ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അതേസമയം ഹാജിയാരുടെ മില്ലിൽ മൊബൈലിൽ വീഡിയോ കണ്ട് രസിക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ബാലചന്ദ്രന് ഗോപാലകൃഷ്ണന്റെ ഫോൺ വരികയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, അല്ല ഇതാര്? അളിയനാണല്ലോ. പറയളിയ, എന്തുണ്ട് വിശേഷം? നീ എവിടെയാണ്? ഞാൻ ഹാജിയാരുടെ തടിമില്ലിൽ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അത് നന്നായി. പറഞ്ഞ പണി ചെയ്യാതെ എവിടെയും ചുറ്റിത്തിരിഞ്ഞ് നടക്കുവാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ. ലളിയ, ഞാൻ ഹാജിയാരെ കണ്ടിരുന്നു. സ്ഥലം കാണാൻ പോവാൻ വേണ്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കാറിനടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അത് ശരി. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. നീ കാണിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ വിലയുടെ കാര്യം അവിടെ മിണ്ടിപ്പോകരുത്. എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതാണ് എന്ന് മാത്രം ആ മണ്ടൻ ഹാജിയാരോട് പറഞ്ഞാൽ മതി. 5 ലക്ഷം വീതം നമ്മുടെ പോക്കറ്റിലിരിക്കേണ്ട കേസാണ്. അത് പിന്നെ ഈ വക ഉഡായിപ്പൊക്കെ എന്നെ പ്രത്യേകം പഠിപ്പിക്കണോ അളിയ? ഈ കാര്യത്തിലൊക്കെ ഞാൻ അളിയന്റെ ആശാനല്ലേ. ഓ ശരി, ആയിക്കോട്ടെ. എന്നാൽ പിന്നെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. അയ്യോ അളിയ, വെക്കല്ലേ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഒരു കാര്യം പറയട്ടെ. എന്താടാ? ഇവിടെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം സംഭവിച്ചു. അളിയൻ അറിഞ്ഞില്ലല്ലോ? ഇല്ല. എന്ത് സംഭവം? അളിയന്റെ പഴയ ഭാര്യയില്ലേ, കുടുംബശ്രീ ശാരദാമ്മ? അവര് ഹാജിയാരെ കാണാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ എന്തിന്? ഹാജിയാരുടെ ഫാക്ടറിയില്ലേ, അവിടത്തെ ക്യാൻറ്റീനിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിരുന്നത് ഒരു തമിഴനാണ്. വൃത്തിയും വെടുപ്പും ഇല്ലാന്ന് പറഞ്ഞ് അയാളെ ഹാജിയാർ പറഞ്ഞു വിട്ടു. ആ കോൺട്രാക്ട് കിട്ടുമോന്നറിയാനാണ് ശാരദാമ്മ വന്നത്. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്നിട്ട് ഹാജിയാർ കോൺട്രാക്ട് കൊടുത്തോ? അത് കിട്ടിയാൽ ശാരദയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. 10,000-ങ്ങളാണ് ഓരോ ദിവസവും കയ്യിൽ തടയുക. അറിഞ്ഞുകൊണ്ട് അവർക്കത് കിട്ടാൻ ബാലചന്ദ്രൻ സമ്മതിക്കുമോ അളിയ? അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപയുടെ ചെക്ക് അവർക്ക് വേണ്ടി എഴുതി തുടങ്ങിയതല്ലേ. ഞാൻ കയറി മുട്ടി അതങ്ങ് പൊളിച്ചു കളഞ്ഞു. അന്നേരം ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ് ശാരദാമ്മയും ശാന്തയും. എന്നിട്ടെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എന്നിട്ടെന്താ, അവരിപ്പോൾ പോയി കാണും. അതിന്റെ ഒരു പ്രത്യേക സുഖത്തില ഞാനിപ്പോൾ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ശാരദാമ്മയും ശാന്തയുമാണ്. എന്റെ അമ്മയെ ശാരദാമ്മ എന്ന് പറഞ്ഞ് ഫോൺ താഴ്ത്തുകയാണ് ബാലചന്ദ്രൻ. ആരെന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അതേസമയം ദേഷ്യത്തോടുകൂടി ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ് ശാരദാമ്മ. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ശാരദാമ്മ പോയില്ലേ? ഇല്ലടാ, പോയില്ല. ഭക്ഷണത്തിൽ പാറ്റയും പല്ലിയും ഒക്കെ ചേർത്ത് വിളമ്പാനെ പണത്തിന് ആർത്തിക്കാരിയായിട്ട് ദിവസവും ഇവിടത്തെ ക്യാൻറ്റീനിൽ ഒരു ചാൻസ് കിട്ടാനായിട്ട് നിൽക്കുവാണ് ഞാൻ. ഇതൊക്കെ ഫോണിൽ കൂടി കേൾക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ശാരദാമ്മ പറയുകയാണ്, അതൊക്കെ കിട്ടിയിട്ട് വേണം ഇവിടത്തെ വെട്ടും കുത്തുമൊക്കെ നടത്താൻ. ബാലചന്ദ്രൻ പറയുകയാണ്, അയ്യോ, അത് ഞാൻ ഹാജിയാരോട് ഒരു തമാശ പറഞ്ഞതല്ലേ. അയാൾ അത് സീരിയസ് ആയിട്ടാണോ എടുത്തത്? കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ചിരിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിർത്തടാ. ഒരു പെണ്ണിന്റെ ഭാവിയും ജീവിതവും ഒക്കെ നിനക്കിപ്പോഴും തമാശയാണ് അല്ലേ? പെൺമക്കൾ പ്രായപൂർത്തിയാവുന്ന കാലം മുതൽ അവരുടെ കല്യാണം കുടുംബവും ഒക്കെ സ്വപ്നം കണ്ട് നെഞ്ചിൽ ആദി കയറ്റുന്നവരാണ് മാതാപിതാക്കൾ. ആ വേദനയും സങ്കടവും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ നീ ഒരു അച്ഛനാകണമെന്നില്ല, വെറുമൊരു മനുഷ്യനായാൽ മതി. പക്ഷേ നീ ഒരു മൃഗമാണ്. കുറുക്കന്റെ ജന്മം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ. ബാലചന്ദ്രൻ പറയുകയാണ്, ശാരദാമ്മ ഇങ്ങനെ ക്ഷോഭിക്കാതെ. ഈ കല്യാണം മുടങ്ങിപ്പോയാലും ശാരദാമ്മ വിഷമിക്കണ്ടെന്നേ. അവളില്ലേ ആ ശാരിക, അവളെ ഞാൻ കെട്ടിക്കോളാം. സ്ത്രീധനം ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും ഭാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ അടിക്കുകയാണ് ശാരദാമ്മ. അടികൊണ്ട് കാറിന്റെ പുറത്തേക്ക് ബാലചന്ദ്രൻ വീഴുമ്പോൾ ബാലചന്ദ്രന്റെ ഫോണിലെ വീഡിയോ വീണ്ടും ഓൺ ആവുകയാണ്. കലിപ്പ് തീർന്നില്ലേ എന്നും പറഞ്ഞ് വീഡിയോ ഓഫ് ചെയ്യുകയാണ് ബാലചന്ദ്രൻ. അതേസമയം ഗോപാലകൃഷ്ണന്റെ ഫോൺ കട്ടാവുകയാണ്. അടികൊണ്ട് കവിൾ തടവി ബാലചന്ദ്രൻ നിൽക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഇത് ഇപ്പോൾ നീ ചെയ്തതിന്റെ ചെറിയൊരു പ്രതിഫലം. പിന്നെ ശാരികയെ നിനക്ക് കെട്ടിച്ചു തരുന്ന കാര്യം. വഴിയിൽ ലോട്ടറി വിൽക്കുന്ന അംഗവൈകല്യമുള്ളവന് പോലും അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നുവെന്നേ ഞാൻ പറയൂ. പക്ഷേ നിന്നെ പോലെ ആരാണ്ട് ചോര കുടിച്ച് ജീവിക്കുന്ന അട്ടകൾക്ക് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കില്ല. പിച്ചക്കാർക്കോ കുഷ്ഠരോഗികൾക്കോ ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുത്താലും നിനക്ക് ശാരദാമ്മയുടെ മക്കളെ കിട്ടില്ല. പിന്നെ ഇനിയും ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വന്ന് നീ ഇപ്പോൾ കാണിച്ച പോലത്തെ തെമ്മാടിത്തരം കാണിച്ചാൽ ഇത് കണ്ടല്ലോ എന്നും പറഞ്ഞ് കാലിലെ ചെരുപ്പൂരി കാണിക്കുകയാണ് ശാരദാമ്മ. ഇതായിരിക്കും ഇനി മറുപടി പറയുക. എന്റെ ഈ കൈകൊണ്ട് പോലും നിന്റെ വൃത്തികെട്ട മുഖം തൊടില്ല എന്നർത്ഥം. അത്രയും പറഞ്ഞ് ശാന്തയും കൂട്ടി പോവുകയാണ് ശാരദാമ്മ. അവർ പോയ ശേഷം ബാലചന്ദ്രൻ പറയുകയാണ്, എടി ശാരദേ, നീ ചെവിയിൽ നുള്ളിക്കോ. ഞാൻ ബാലചന്ദ്രനാണെങ്കിൽ നീ ചെരുപ്പൂരി കാണിച്ച അതേ കൈകൊണ്ട്
എന്റെ ചെരുപ്പ് ഞാൻ തുടപ്പിക്കും. നിന്റെ മക്കൾ ഒരുത്തിയെ കെട്ടിക്കൊണ്ടു തന്നെ. പിന്നീട് ബസ്സിൽ ശാലിനിയുടെ അടുത്തേക്ക് ഭക്ഷണവുമായി വരികയാണ് വിഷ്ണു. പക്ഷെ വിഷ്ണുവിനെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് ശാലിനി. വിഷ്ണു ചോദിക്കുകയാണ്, എന്താ ഇയാൾക്കൊരു ടെൻഷൻ പോലെ? ഓ, മാർട്ടിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അവൻ ഇനിയൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാനുള്ള ധൈര്യം ഉണ്ടാകില്ല. അവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി ഇയാൾ സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ച് ഊണല്ല, ദേ മസാല ദോശയാണ്. ഈ ഊണാകുമ്പോഴേ യാത്രക്കിടയിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഈ 100 പാക്കറ്റ് കാണും കറികളായിട്ട് ഇയാൾക്ക് മസാല ദോശ കഴിക്കുമല്ലോ. പക്ഷെ ആകെ പരിഭ്രമിച്ച് വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് വിഷ്ണു പറയുകയാണ്, നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ സമയം അവന്മാർ വേസ്റ്റാക്കി കളഞ്ഞില്ലേ. ഇനി നാഗർകോവിൽ എത്തുമ്പോൾ രാത്രിയാകും. ദേ ഇയാള് കഴിച്ചെന്നും പറഞ്ഞ് മസാല ദോശയുടെ പൊതി തുറക്കുകയാണ് വിഷ്ണു. പേടിച്ച് ശാലിനി പറയുകയാണ്, എനിക്കിപ്പോൾ വിശപ്പില്ല. അത് കേട്ട് വിഷ്ണു പറയുകയാണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിച്ചേ പറ്റൂ, കഴിച്ചേ. അതേസമയം വിഷ്ണുവിന്റെ കയ്യിലെ ചോര കാണുകയാണ് ശാലിനി. വിഷ്ണു ചോദിക്കുകയാണ്, എന്തു പറ്റി? അന്നേരം വിഷ്ണുവിന്റെ കയ്യിലേക്ക് ശാലിനി നോക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ഓഹോ, ഈ രക്തമാണോ പ്രശ്നം? ഞാൻ പോയിട്ട് മണിയുടെ അടുത്ത് നിന്നും വെള്ളമെടുത്ത് കഴുകിയിട്ട് വരാം. പിടിക്ക്, ഇത് കഴിച്ചോളേന്നും പറഞ്ഞ് മസാല ദോശ ശാലിനി ഏൽപ്പിക്കുകയാണ് വിഷ്ണു. പക്ഷെ ശാലിനിയുടെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല. വിഷ്ണു മണിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ശാലിനി കരുതുകയാണ്, ഈശ്വര, ഈ ഗുണ്ടയുടെ കൂടെ എങ്ങനെ നാഗർകോവിൽ വരെ യാത്ര ചെയ്യും? അതേസമയം ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് ശാരദാമ്മ. ആ പറയമ്മാന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, ആ മോളെ, നീ യാത്രയിലാണോ? അതെ അമ്മേ. അല്ല, നീ കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ ഫോൺ കട്ടായി പോയല്ലോ. അത് സിഗ്നൽ പോയതാണമ്മേ. അപ്പോൾ നീ എന്തോ പറയാൻ തുടങ്ങിയല്ലോ, എന്താ അത്? ഫ്രണ്ടിൽ നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി ശാലിനി പറയുകയാണ്, അത് അമ്മയ്ക്ക് തോന്നിയതായിരിക്കും. ഞാനൊന്നും പറഞ്ഞില്ല. അതെ, ശ്യാമയ്ക്കിപ്പോൾ പനി എങ്ങനെയുണ്ട്? കുറച്ച് കൂടുതലായിരുന്നു, ഗുളിക കൊടുത്തു. ഇപ്പോൾ പനിയൊന്ന് വിട്ടു നിൽക്കുകയാണ്. ആണോ, ഭാഗ്യം. വേറെ എന്തുണ്ടമ്മേ അവിടെ വിശേഷങ്ങൾ? ഇവിടെ എന്ത് വിശേഷമാ മോളെ? അല്ല, നിന്റെ സംസാരത്തിൽ ആകെ ഒരു വേവലാതി ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അമ്മ എന്ന് പറഞ്ഞിട്ട് ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞാൽ അമ്മ തിരിച്ചു വരുന്നവരെ തീ തിന്നുമല്ലോ. അതുകൊണ്ട് തിരിച്ചെത്തി സമാധാനമായിട്ട് പറയാം. ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ? ഏയ്, ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ്. ഇവിടെ ഒരു കുഴപ്പവുമില്ല. അല്ല, നിനക്കവിടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. വൃന്ദ, അവളെ വിളിച്ചോ? വിളിച്ചമ്മ, അവൾ വരുമെന്നെ പിക്ക് ചെയ്യാൻ. ശരി. അല്ല മോളെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? വിശന്നൊന്നും ഇരിക്കുകയല്ലോ. ഇല്ല, കഴിച്ചു. ദേ, സമയത്തിന് ആഹാരം കഴിക്കണം കേട്ടോ. അധികം ഉറക്കമിളച്ച് പഠിക്കാനൊന്നും ഇരിക്കേണ്ട. സമയം കിട്ടുമ്പോൾ വിളിക്കണേ നീ. മറക്കല്ലേ. ഇല്ലമ്മന്ന് ശാലിനി പറയുമ്പോൾ ശരി മോളെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരദാമ്മ. ഫോൺ വെച്ച ശേഷം ശാരദാമ്മ കരുതുകയാണ്, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ദൈവങ്ങളെ, എന്റെ മോൾക്കൊരു ആപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ശാരദാമ്മ. ശാലിനി കരുതുകയാണ്, ഈശ്വര, ഒരു രാക്ഷസൻ കൂടെയുള്ള കാര്യം എങ്ങനെ ഞാൻ അമ്മയോട് പറയും? അതേസമയം കൈയൊക്കെ കഴുകി തിരികെ എത്തുകയാണ് വിഷ്ണു. വന്ന ശേഷം വിഷ്ണു പറയുകയാണ്, ഏയ്, ഭക്ഷണം കഴിക്ക് ശാലിനി. ശാലിനി കരുതുകയാണ്, ഈ ശല്യം ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇടോ, കഴിക്കടോ എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ശാലിനി ചോദിക്കുകയാണ്, ഇയാൾക്ക് എന്താ ഇപ്പോ വേണ്ടത്? അന്നേരം എല്ലാവരും ശാലിനിയും വിഷ്ണുവിനെയും ശ്രദ്ധിക്കുകയാണ്. ശാലിനി പറയുകയാണ്, എനിക്ക് വേണ്ടാന്ന് 100 വട്ടം ഞാൻ പറഞ്ഞു. എന്നിട്ട് നിർബന്ധിപ്പിച്ച് എന്നെ ഭക്ഷണം കഴിക്കാൻ ഇയാൾ എന്റെ ആരാണ്? ഭർത്താവോ, കാമുകനോ, അതോ സഹോദരനോ? ഒരു തെരുവ് ഗുണ്ടയായ നിങ്ങളെ ഒരു സുഹൃത്തായിട്ട് പോലും പരിഗണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആകെ പതറി വിഷ്ണു ചോദിക്കുകയാണ്, ശാലിനി, ഞാൻ എന്ത് ചെയ്തെന്നാണ്? ശാലിനി പറയുകയാണ്, ഒരു തെറ്റ് എനിക്ക് പറ്റി. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ ശരിക്കുള്ള പേര് പോലും എനിക്കറിയില്ലായിരുന്നു. എന്നിട്ടും ഞാൻ നിങ്ങളോട് അടുത്ത് ഇടപഴകി ചില സഹായങ്ങൾ സ്വീകരിച്ചു. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എല്ലാം എന്റെ തെറ്റ്. ശാലിനി, അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ദേഷ്യത്തോടുകൂടി ശാലിനി ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളോട് പ്രേമമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? കുടുംബശ്രീ ശാരദയുടെ മകൾ ശാലിനിക്ക് ഒരു തെരുവ് ഗുണ്ടയോട് പ്രേമം നടന്നത് തന്നെ. വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ നിനക്കെന്നോട് ഒരിഷ്ടവും ഇല്ലെന്നാണോ? ഇഷ്ടമോ? എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. വെറുപ്പ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് ശാലിനി. പിന്നെ ഇപ്പോൾ തോന്നുന്നത് ഒരു ഭയമാണ്. രക്തദാഹിയായ ഒരു ചെന്നായെ കാണുമ്പോഴുള്ള ഭയം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടുമോ? എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പേടിയാവുകയാണ്. സമാധാനമായിട്ട് ഞാനൊന്ന് പോയി പരീക്ഷ എഴുതിക്കോട്ടെ. എന്റെ കുടുംബത്തിന്റെ സ്വപ്നമാണ് അത്. ദയവ് ചെയ്ത് അത് തകർക്കരുത് പ്ലീസ്.
കണ്ണു നിറഞ്ഞ വിഷ്ണു പറയുകയാണ്, ശരി ശാലിനി, വിട്ടേക്കാം. ഇനി ഞാൻ ശാലിനിക്ക് മുൻപിൽ ഒരു ശല്യമായി വരില്ല. സമാധാനമായിട്ട് പരീക്ഷ എഴുതിക്കോ. പക്ഷെ ശാലിനി ഇല്ലാതെ, ശാലിനിയുടെ ഇഷ്ടമില്ലാതെ വിഷ്ണു ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ഒരു നിമിഷം പോലും. അതിനുശേഷം മുന്നോട്ട് ചെന്ന മണിയോട് പറയുകയാണ്, എടാ ഡോർ തുറക്ക്. എന്തിനാശാനെ, നിന്നോടല്ലേ പറഞ്ഞത് ഡോർ തുറക്കാൻ. അതിനുശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുകയാണ് വിഷ്ണു. നോ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ് ശാലിനി. അതേസമയം തിരികെ വന്ന വിഷ്ണു ചോദിക്കുകയാണ്, എന്താ ശാലിനി, ആ മാത്തിന്റെ ആൾക്കാര് പ്രതികാരം ചെയ്യുമോ എന്നുള്ള പേടിയല്ലേ? എടോ ഞാനില്ലേ തന്റെ കൂടെ. പേടിച്ച് ശാലിനി മനസ്സിൽ കരുതുകയാണ്, അത് മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ പേടി. ഞാൻ മുറിവ് നന്നായിട്ടങ്ങ് കഴുതി. ബസ്സിനകത്ത് ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരുന്നു. ഇയാള് കഴിച്ചില്ലേ? കഴിക്ക്. ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം, ഇപ്പോൾ വിശപ്പില്ല. ഓക്കെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ സീറ്റിലേക്ക് ഇരിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിനെ നോക്കി ശാലിനി കരുതുകയാണ്, ഇയാളോട് ഇപ്പോഴെല്ലാം തുറന്നു പറഞ്ഞാൽ ഭ്രാന്തെടുത്ത് ഇയാൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. പക്ഷെ ഇതിങ്ങനെ തുടരാനും വയ്യ. സമാധാനമായി സമയമെടുത്ത് വേണം ഇനി ഓരോന്ന് പറയാൻ. വിഷ്ണു ചോദിക്കുകയാണ്, ഇയാൾ എന്തായി ആലോചിക്കുന്നത്? കൂടുതലിരുന്ന് ആലോചിക്കാതെ ഇയാളിരുന്ന് പഠിച്ചേ. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സത്യഭാമയുടെ അടുത്തേക്ക് വന്ന് ദേഷ്യപ്പെട്ട് സുസ്മിത ചോദിക്കുകയാണ്, ആന്റി എവിടെ വിഷ്ണുവേട്ടൻ? ആന്റി വാക്കു പറഞ്ഞതല്ലേ മിനിറ്റുകൾക്കകം ആളി മുറ്റത്ത് വരുമെന്ന്. അവിടെ ഗാഥ കേക്കിൽ മെഴുകുതിരിയും കുത്തിവെച്ച് കേക്ക് കട്ട് ചെയ്യാതെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാനും വിഷ്ണുവേട്ടനും ഫംഗ്ഷന് ചെല്ലുമെന്ന് കരുതി അവൾ 11:30 മണിവരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം കേക്ക് കട്ട് ചെയ്തു. 10-100 പേര്. ഓൾ ഓഫ് ദം വെയിറ്റിംഗ് ഫോർ us. അവരുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഇൻസൾട്ടഡ് ആയി. ഇനി നേരെ പോയി തൂങ്ങിച്ചെത്താൻ മതി എന്നാണ് എനിക്കിപ്പോൾ. ഇതൊക്കെ കേട്ടു നിൽക്കുകയാണ് പ്രീതി. സത്യഭാമ പറയുകയാണ്, അവൻ വരാമെന്ന് പറഞ്ഞിരുന്നു മോളെ, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ. അതേസമയം വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സത്യഭാമ പറയുകയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്നോട് പറയുന്ന വാക്കിന് വിലയില്ലെന്നായോ? അവനിങ്ങ് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. തൽക്കാലം മോള് ഒറ്റയ്ക്ക് പോ, ഞാൻ പിള്ളച്ചേട്ടനോട് പറയാം. ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് സുസ്മിത. പ്രീതി കരുതുകയാണ്, ഈ വിഷ്ണുവേട്ടൻ ശാലിനിയും കൊണ്ട് എവിടേക്ക് പോയതാണോ ആവോ? ഇനി കല്യാണം കഴിക്കാനോ മറ്റോ ആവോ? ഏയ്, എങ്കിൽ എന്നോട് പറയാതെ പോകുമോ? ഏതായാലും കുറച്ചു കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കാം. അതേസമയം പരിക്ക് പറ്റിയ മാർട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മാർട്ടിനും കൂട്ടുകാരനും. അന്നേരം സുസ്മിത മാർട്ടിനെ ഫോൺ ചെയ്യുകയാണ്. മാർട്ടിൻ ഫോൺ എടുക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, മാർട്ടിൻ 5 അല്ല 10 ലക്ഷം രൂപ തരും ഞാൻ. നീ നിന്റെ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് അവളെ തീർക്കാൻ നോക്ക്. കാര്യം നടന്നു കഴിഞ്ഞ് എന്നെ അറിയിച്ചാൽ മതി. കാശ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇട്ടു തരാൻ ഞാൻ. മാർട്ടിൻ പറയുകയാണ്, 10 അല്ല 20 ലക്ഷം കിട്ടിയാലും നടക്കില്ല മാഡം. ഞാൻ അവളെയല്ല, അവൾ എന്നെയാണ് തീർത്ത് നശിപ്പിച്ചത്. വാട്ട്, അവൾ നിങ്ങളെ തീർത്തെന്നോ? എന്നെ അമ്പരപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോകുന്ന ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ. ഞാൻ കയറിയൊന്ന് മുട്ടാൻ നോക്കി. അത് പോയിട്ട് അവളെ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റിയില്ല. അതിനു മുമ്പേ അവളുടെ കൂടെ ഉണ്ടായിരുന്നവൻ എന്നെ അങ്ങ് പഞ്ഞിക്കിട്ടു. സുസ്മിത ചോദിക്കുകയാണ്, കൂടെ ഉണ്ടായിരുന്നവനോ? ആരാണവൻ? അവൻ തന്നെ, ആ ഗുണ്ട വിഷ്ണു. ആ ബ്ലേഡ് സത്യഭാമയുടെ മകൻ വിഷ്ണു. ഇനി മാഡം എന്നെ വിളിക്കരുതേ എന്ന് പറയാനാണ് ഞാൻ കോൾ എടുത്തത്. ചാകാൻ പോകുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് അവൾ എന്ന് പറഞ്ഞാണ് അവൻ എന്നെ കുത്തിയത്. ഇനി എന്റെ നമ്പർ തന്നെ മാഡം ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. ഇനി ഉടനെ ഒന്നും പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. എന്റെ ജീവിതം തന്നെ പാഴായി എന്നൊക്കെ പറഞ്ഞ് വേദന കൊണ്ട് പിളയുകയാണ് മാർട്ടിൻ. ഇതെല്ലാം കേട്ട് കത്തിജ്വലിക്കുകയാണ് സുസ്മിത. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ വരാന്തയിലിരിക്കുന്ന രാജീവിനെയാണ്. അന്നേരം അവിടേക്ക് വരികയാണ് ശാരിക. ശാരിക ചോദിക്കുകയാണ്, സാർ ഇതുവരെ പോയില്ലേ? അത് കേട്ട് എഴുന്നേൽക്കുകയാണ് രാജീവ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.